ഇന്നത്തെ റെസിപ്പി ഒരു ചോക്ലേറ്റ് മൂസ് കേക്കാണ്. ഒരു ചോക്ലേറ്റ് പുഡിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ചോക്ലേറ്റിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നും ചേർത്തിട്ടില്ല. നിങ്ങളിത് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാവും. അത്രക്കും ഒരു ടേസ്റ്റാണ് ഈ ഒരു പുഡിങ്ങിന്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ ഒരു 50 ഗ്രാം ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. നമുക്കൊരു 1/4 കപ്പ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ചോക്ലേറ്റ് ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ 100 ml ഫ്രഷ് ക്രീം നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം, അതായത് മിൽക്ക് മെയ്ഡ്. ഈ ഒരു ഫ്രഷ് ക്രീമും കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഞാനിവിടെ ഒരു 1/4 കപ്പ് കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കൊക്കോ പൗഡർ ഈ ഒരു ഫ്രഷ് ക്രീമിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും തന്നെ കട്ടയില്ലാത്ത വിധത്തിൽ നമ്മളിതിനെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ കൊക്കോ പൗഡറും ഫ്രഷ് ക്രീമും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് പാലാണ്. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് പാലാണ് ചേർക്കുന്നത്. നല്ല ഫുൾ ക്രീം മിൽക്കാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു പാല് ചേർത്ത് നമുക്ക് നന്നായിട്ടിത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ ഒരു പുഡിങ് സെറ്റാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ചൈന ഗ്രാസോ അതുപോലെ ജലാറ്റിനോ ഒന്നും ചേർക്കുന്നില്ല എന്നുള്ളത്. നമ്മളൊരു പുഡിങ് സെറ്റാൻ വേണ്ടിയിട്ട് ചേർക്കുന്നത് കോൺഫ്ലോർ ആണ്. ഞാനിവിടെ 1/4 കപ്പ് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. ഈ കോൺഫ്ലോർ നമുക്ക് പാലിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒട്ടും തന്നെ കട്ടയില്ലാത്ത വിധത്തിൽ വേണം നമ്മളിതിനെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ പാലും കോൺഫ്ലോറും നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മധുരം നോക്കിയിട്ട് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിൽ കുറച്ച് മധുരം മുന്നിൽ നിൽക്കണം, കാരണം നമ്മൾ ഇതിലേക്ക് ഇനി ഒരു ഡാർക്ക് ചോക്ലേറ്റ് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാര ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. നമുക്കിതിനൊന്ന് അരിച്ചെടുക്കാം. നമ്മൾ ഈ ഒരു കോൺഫ്ലവറും അതുപോലെ കൊക്കോ പൗഡറിലും ചേർത്തത് കൊണ്ട് അതിൻ്റെ ഒരു കട്ട ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതിനൊന്ന് ചൂടാക്കി എടുക്കുക. ഇത് ചൂടായി വരുന്നതിനനുസരിച്ചിട്ടൊന്ന് കുറുകി വരും. ഇങ്ങനെ കുറുകി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായി കുറുകി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചോക്ലേറ്റ് ചേർക്കാം. ഈ ഒരു ചോക്ലേറ്റ് ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ചോക്ലേറ്റ് ചൂടായി വരുന്ന സമയത്ത് ഈ ഒരു പാലിലേക്ക് ഇത് മിക്സ് ആയിക്കോളും. ആയിട്ട് നന്നായിട്ട് ഈ ഒരു പാലിലേക്ക് മിക്സായി വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഈ ഒരു ഇത് കുറച്ചുകൂടി കുറുകി വന്നിട്ടുമുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് ഇത് ചൂടോടുകൂടി തന്നെ നമ്മൾ എന്തിലാണോ ഈ ഒരു പുഡിങ് സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. അപ്പം കേക്ക് ടിൻ തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ അടുത്ത് എന്ത് പാത്രമാണ് ഉള്ളത് അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അതുപോലെ ബട്ടർ പേപ്പറും നിർബന്ധമില്ല. ബട്ടർ പേപ്പർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു പുഡിങ് ഈ ഒരു ടിന്നിൽ നിന്ന് മാറ്റാൻ പറ്റും. അപ്പോൾ നിങ്ങളടുത്ത് ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ഡയറക്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ചൂടോടുകൂടി ഇത് ഒഴിച്ചിട്ടുണ്ട്. നമുക്കിത് റൂം ടെമ്പറേച്ചറിൽ വെച്ച് നന്നായി ഒന്ന് തണുപ്പിച്ചെടുക്കണം. അതിന് ശേഷം വേണം നമ്മളിത് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ പുഡിങ് ഇപ്പം നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഫ്രീസറിൽ വെക്കരുത്, ഫ്രിഡ്ജിൻ്റെ താഴെത്തട്ടിൽ തന്നെ വെക്കാം. അതേപോലെ ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ ഇത് നന്നായിട്ട് സെറ്റായിട്ട് വരും. മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും ഇത് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി വെച്ചതാണ്. നമുക്ക് നമ്മുടെ പുഡിങ് എങ്ങനെയുണ്ട് നോക്കാം. നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. സൈഡെല്ലാം നന്നായി വിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിനെ പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ ബട്ടർ പേപ്പർ വെച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബട്ടർ പേപ്പർ പുഡിങ്ങിൻ്റെ അടിഭാഗത്ത് വരാതെ ശ്രദ്ധിക്കണം. കാരണം ഇതിങ്ങനെ നമ്മൾ പ്ലേറ്റിലേക്ക് ഇടുന്ന സമയത്ത് പേപ്പർ അടിയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച രീതിയിൽ നമുക്ക് പേപ്പർ പുഡിങ്ങിൽ നിന്ന് മാറ്റാൻ പറ്റില്ല. അതുപോലെ ഈ ഒരു ബട്ടർ പേപ്പർ ഈ ഒരു പുഡിങ്ങിൽ നിന്ന് മാറ്റുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം മാറ്റാൻ വേണ്ടിയിട്ട്. ഈ ഒരു പുഡിങ് ഈ ഒരു പേപ്പറിൽ ചെറുതായി ഒന്ന് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാനിവിടെ ബട്ടർ പേപ്പർ മാറ്റിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് കൊക്കോ പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ് വേണമെങ്കിൽ ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. നമുക്കിത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് കേക്ക് കട്ട് ചെയ്യുന്ന പോലെ ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കത്തിയൊന്ന് ചൂടാക്കിയിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല വൃത്തിക്ക് ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാവും. പുഡിങ്ങൊന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഈ ഒരു പുഡിങ് എന്തായാലും ഇഷ്ടമാവും. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം.